ഹലോ. നീ ഒരു കാര്യം ചെയ്യണം. സഞ്ജയുടെ ഒരു ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യണം. ഓക്കെ, മാക്സിമം അത് ഷെയറും ചെയ്യണം. ഓക്കെ ഓക്കെ, ഐ വിൽ ഡു ഇറ്റ്. നീ എന്ത് പണിയാണ് കാണിച്ചത്? കോഴിക്കോട്ടേക്ക് പോകാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഇതിനകത്തുണ്ട് ചേട്ടാ. ആരുടെ അമ്മേനെ കെട്ടിക്കാനാണ് നീ ഈ സമയത്ത് വണ്ടി ബ്ലോക്ക് ചെയ്ത്? ചേട്ടാ ഒന്ന് നോക്കിയോട്ടെ ചേട്ടാ. ഫോൺ ചെയ്ത് ചോദിക്കാൻ പാടില്ലടാ. ഇല്ല ചേട്ടാ, ഫോൺ ഉപയോഗിക്കാത്ത ആളാ, അതുകൊണ്ടാ. അതിനൊരു പണിയായി, നീ നേരെ ചാലക്കുടിക്ക് കിട്ടോ. തിരുവനന്തപുരത്ത് ഒരു വണ്ടി വരുന്നുണ്ട്, ശരി. അതവിടെ കുറച്ചേരം കിടക്കും. അവിടെ ഒരു മണിക്കൂർ കൂടി സർജറി നീട്ടിവെക്കാൻ പറ്റുമോ? അമ്മ, അത് ഡോക്ടറല്ലേ തീരുമാനിക്കേണ്ടത്. അമ്മയ്ക്ക് സർജറി ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഡോക്ടർ ചെന്നൈയിൽ നിന്ന് വന്നത്. സോ ലേറ്റ് ആയാൽ. അങ്ങനെ പറയരുത്. 25 വർഷമായി ഞാൻ എൻ്റെ മകനെ കണ്ടിട്ട്. അമ്മ വിഷമിക്കണ്ട, സഞ്ജയ് എന്തായാലും വരും. എനിക്ക് ഓപ്പറേഷന് മുമ്പ് അവനെ ഒന്ന് കാണണം. പേടിക്കേണ്ട അമ്മ, അത് കഴിഞ്ഞാലും കാണാമല്ലോ. ഒന്ന് വെയിറ്റ് ചെയ്തൂടെ പ്ലീസ്? ഡോക്ടറോട് സംസാരിച്ചിട്ട് പറയാം. scheduled to arrive at 11 hours 15 minutes is now running late by 1 hour 20 minutes. The inconvenience caused is deeply regretted. ചേട്ടാ, ഇതില്ലേ കേളി ഹെയർ ആയിട്ടൊരു കളർ പ്രിന്റ് ഷർട്ടൊക്കെ ഇട്ട ഒരാളെ കണ്ടോ? എത്ര വയസ്സ് പ്രായം ഉണ്ടാവും? ഒരു 28. ഇപ്പോൾ ഇവിടെ ഇരിക്കണ്ടായിരുന്നു, പുറത്തോട്ട് പോയി ചായ കുടിക്കാനായിരിക്കും. ഓക്കെ, താങ്ക്സ് ചേട്ടാ. ഫേസ്ബുക്കിൽ ഇപ്പോൾ ആളെ കണ്ടുപിടിക്കല പരിപാടി അല്ലേ? അതിനെന്താ, പുതിയ ക്യാഡ്ജറ്റ് വരുമ്പോൾ പോസിറ്റീവായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതല്ലേ? എക്സ്ക്യൂസ് മീ, ആ ഫോണൊന്ന് തരാമോ? അത്യാവശ്യമായിട്ടൊരു കോൾ ചെയ്യാനാ. താങ്ക് യു. ആ സുബ്രു,
ആളെ കിട്ടിയിട്ടാ. നീ ഇപ്പൊ തന്നെ വിളിച്ച് പറഞ്ഞേക്ക്. ബൈ ഫോണാ. യു ഹാവ് ടു സ്ട്രീക്ക്. ആ ഞങ്ങൾ ഇവിടുന്ന് ഉടനെ പുറപ്പെടും. ആ നീ വിളിച്ച് പറഞ്ഞേക്ക്. ആ ഓക്കെ. യു ഹാവ് ടു സ്ട്രീക്ക്. അത് കലക്കി. എന്ത് വേണേ ചെയ്യാം. ഒരു അത്യാവശ്യമുണ്ട്. വാ പോവാം. അമ്മേ വെൽ ഡൺ ബ്രോ. ചെല്ലടാ. ബൈ. ചെല്ല്. എവിടെ നിന്ന് കിട്ടീന? ചെല്ലടാ. ഇവിടെയാണ് നീ കടന്നത്. എൻ്റെ ജീവിതത്തിൽ ഓരോ വേദന വരുമ്പോഴും അമ്മയ്ക്ക് സന്തോഷമാ സഞ്ജയ്. നിനക്ക് ഞാൻ നൽകിയ വേദനകൾക്ക് പകരമാവണേ അതെന്ന് പ്രാർത്ഥിക്കും. ഒന്നും പകരമാവില്ല, എൻ്റെ ജീവിതം പോലും. മോന് അമ്മയെ സ്നേഹിക്കാനാവില്ലെന്നറിയാം. നിന്നെ ഓർക്കാതെ ഒരു ദിവസം പോലും കടന്നു പോയിട്ടില്ല. പക്ഷെ എനിക്ക് അങ്ങനെ ഓർക്കാനായിട്ട് പോലും മോനെ, ഒത്തിരി അനുഭവിച്ചതല്ലേ. സന്തോഷമായി അമ്മയ്ക്ക്. വന്നല്ലോ നീ, ഒന്ന് കാണാൻ പറ്റിയല്ലോ, അത് മതി അമ്മയ്ക്ക്. മാപ്പ്. തിയേറ്ററിലേക്ക് ആരും വരണ്ട, നിങ്ങളൊക്കെ ഇവിടെ വന്നാൽ മതി. എന്റെ അമ്മയല്ലടാ, അമ്മ വരും എൻ്റെ ഒപ്പം ജീവിക്കാൻ. നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കാതിരിക്കും. വാ നമുക്കൊന്ന് പുറത്തു വരും. വാടാ. ചാലക്കുടി സ്റ്റേഷനിൽ ഇവനെ കാണാണ്ടായപ്പോൾ ഞാൻ തീരുമാനിച്ചു നേരെ ഹോസ്പിറ്റലിലേക്ക് വന്ന് ഇവൻ്റെ അമ്മയടുത്ത് ഞാനാ സഞ്ജയ് എന്ന് പറയാം. ഷൊർണൂരിൽ നിന്ന് ഇവനെ കിട്ടിയില്ലെങ്കിൽ അമ്മയോട് ഞാൻ പറഞ്ഞേനെ ഞാനാ സഞ്ജയ് എന്ന്. ഇതെന്താ പ്രിയദർശൻ സിനിമയുടെ ക്ലൈമാക്സാ? ഒരമ്മയെ അങ്ങനെ പറഞ്ഞു പറ്റിക്കാൻ പറ്റില്ല. എന്താണ് ഇത്ര ആലോചിക്കാൻ? നമുക്കൊരു തീരുമാനം എടുക്കാം. ഇന്നു മുതൽ പൊറോട്ട അങ്ങോട്ട് ഉപേക്ഷിച്ചാലോ?